സോറി. അപ്പോൾ അവർക്കൊന്നും ഒരു കാരണവശാലും ഞാൻ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന കള്ളിപ്പൂച്ച എന്ന് പറഞ്ഞ് തല്ലി ഓടിക്കും. അത് വിശന്ന് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അതിന് നമ്മൾ കഴിക്കുന്ന എച്ചിലുണ്ട്, ഈ എല്ലിൻ്റെ കഷ്ണങ്ങൾ കൊടുത്ത് അത് ഭക്ഷണം കഴിക്കാൻ പോയി മിണ്ടില്ല. അതുപോലെ എന്നിട്ട് അത് കൊടുക്കാതെ അത് അവസരം വിശന്ന് സഹിക്കാൻ പറ്റാതെ രാത്രി ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ കള്ളിപ്പൂച്ചയുടെ പേരിട്ട് വഴക്കുറയെ ഓടിക്കും. അതുപോലെ ഈ ദളിത് വിഭാഗത്തേക്ക് മാന്യവർ അംഗീകാരത്തിൽ കൂടെ നിർത്താൻ അവർ ധിക്കാരം കാണിക്കില്ല. ഇത് അവർ നമ്മൾ കളിയാക്കുമ്പോൾ സ്വാഭാവികം ധിക്കാരികളാകും ചിലർ. കുറ്റമെടുക്കാരുണ്ടോ? അതാണ് സംഗതി. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം പോകുന്നു വളരെ അപകടത്തിലേക്കും വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്കാണ്. ഇത് കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാനോ ഒരാളും ഇല്ല. എല്ലാം അവനവൻ്റെ താല്പര്യമാണ്. ഇപ്പോൾ കണ്ടില്ലേ, സവർണ വിഭാഗത്തിൻ്റെ പലരും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട് പലരും BJPയെ സപ്പോർട്ട് ചെയ്ത് സംഘപരിവാർ ചേർന്ന് ആനുകൂല്യം പറ്റാണ്. ആനുകൂല്യം കിട്ടുന്നുണ്ട്. ഇപ്പം എന്താണ്, ഒരു NIA കോടതിയിലേക്ക് വേണ്ടി പള്ളി ബോംബ് വെച്ച കേസ് കഴിഞ്ഞാൽ ഹിന്ദു നേതാക്കളുണ്ടല്ലോ, ഹിന്ദുത്വ നേതാക്കൾ, അവർക്കെല്ലാം അവരെ വെറുതെ വിട്ടവർക്ക് ഇപ്പോൾ ഇതേണ്ടത് കൊടുത്തത് എന്തോ സ്ഥാനം കൊടുത്തത്. എന്താണ് ഇവിടെ എല്ലാം വില കൊടുത്ത് വാങ്ങിക്കുകയാണ്. പണവും മണിയും മാഫിയ മീഡിയ, പണവും ഗുണ്ടായുസും മീഡിയ മാധ്യമങ്ങളും എല്ലാം കംപ്ലീറ്റ് സംഘപരിവാറിൻ്റെ കയ്യിലായി. എല്ലാ നിലക്കും. അത് മനസ്സിലാക്കാതെ ഇവിടെ കുറേ പേര് ഇപ്പോഴും എന്തൊക്കെയോ ഭാവന സ്വപ്നം കണ്ട് നടക്കുന്നുണ്ട്. അതൊന്നും അല്ല സംഗതി. വളരെ ശരിയാണ്. അതായത് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ സിനിമ പിടിച്ചിട്ട് ആ കഥ പിടിച്ചിട്ട് അതിനു വേണ്ടി എത്രയോ അവാർഡ് കൊടുത്താണ്. അതിനേക്കാൾ നന്നായിട്ട് യഥാർത്ഥം പറഞ്ഞ കഥകളും അഭിനയിച്ചവർക്കും ഒരു കിട്ടാതെ അവിടെയും സ്വാർത്ഥതയാണ്. എല്ലാം അവർ വിചാരിക്കുമ്പോൾ. ഞാൻ ഒരു കാര്യം പറയാം, ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് അത്ഭുതമല്ല. മെട്രോയിൽ നമ്മുടെ കൊച്ചിൻ മെട്രോ, അതിന് ബ്രാഞ്ച് ഒന്നും ഇപ്പം ഇല്ലല്ലോ. കൊച്ചിൻ മെട്രോയിൽ ഇന്നലെ സെൽഫ് ടിക്കറ്റ് സമ്പ്രദായം കൊടുത്തു. അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് 11 പേര് മെട്രോയുടെ ഉദ്യോഗസ്ഥന്മാർ. ഒരു 11 പേരിലും ഈ 40% വരെ മുസ്ലിം സമുദായത്തിൽ വച്ചില്ല. നിങ്ങളുടെ കാക്കന്മാർ നിങ്ങൾ മനസ്സിലാക്കുക. മണ്ടന്മാരെ 7 വരെ നിങ്ങൾ മനസ്സിലാക്കുക. അതിന് കാരണം ചോദിച്ചാൽ പറഞ്ഞോ, 12 പേരിൽ ഒരാൾ മുസ്ലിം വരുള്ളൂ. കാരണം 12% ആണല്ലോ. അപ്പോൾ 12-ൽ 1 വരുന്നത്. അതില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. ഒരാളെ വച്ചല്ല. എവിടെ എത്തി? ഭരിക്കുന്നവരുടെ കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്ര കണ്ട് ആഴത്തിൽ സംഘപരിവാർ അനുഭവികളും അനുഭാവികളായിട്ട് പോലും എന്ത് വില കൊടുത്തും ശങ്കർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ നിലക്കാണ്. ഇന്നലെ നാളെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ മണ്ടന്മാരൊക്കെ അവരുടെ ഓഫീസെല്ലാം BJP ഓഫീസാവും. എന്നെ വഴക്കുവഞ്ഞും തെരുവഞ്ഞും കാര്യമില്ല. യാഥാർത്ഥ്യം അത്. ത്രിപുരയിൽ എന്ത് സംഭവിച്ചോ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചോ ആ രീതിയിലേക്ക് പോവാണ്. തിരുവനന്തപുരം ജില്ല ഏതാണ്ട് ഇപ്പോൾ ഒറ്റപ്പെട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസും ഇല്ലാത്ത അവസ്ഥ BJP കൈക്കത്തി, അല്ലെങ്കിൽ സംഘപരിവാർ കയ്യിലാക്കി. ഇപ്പോൾ മുരളീധരന് പോലും ട്രിവാൻഡ്രം ജില്ലയിൽ മത്സരിക്കാൻ ഭയമായി തുടങ്ങി. ഏതെങ്കിലും മുസ്ലിങ്ങളുടെ സീറ്റ് കൊടുക്കണം. CP കൊണ്ട് മുസ്ലിങ്ങളുടെ സീറ്റ് കൊടുക്കണം. ആകെ ജയിപ്പിക്കണം, മുസ്ലിങ്ങളുടെ സീറ്റ് കൊടുക്കുള്ളൂ. വിശ്വസിക്കാത്രേ ഉള്ളൂ. വോട്ട് വരാനില്ലേ? 40% വോട്ട് കിടക്കല്ലേ? എന്നിട്ട് എന്താ ചെയ്യുന്നത്? അത്ര കണ്ട് അത് വെച്ചിട്ട് അതിനെക്കുറിച്ച് ഒരക്ഷരം ഈ രാഷ്ട്രീയ പാർട്ടി, ഞാൻ ഈ CP ജോൺ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ, ഞാൻ CP ജോൺ എടുത്തു പറയാൻ കാരണം അദ്ദേഹം ഒരു മനുഷ്യമായതുകൊണ്ടാണ്. അദ്ദേഹം ഒരു ജെന്റിൽമാനാണ്. അതിന് മനുഷ്യത്വമുള്ള ആളാണ്. അതുകൊണ്ട് ഇപ്പോൾ ദളിത് പേജും പുകഴ്ത്തേണ്ട ആവശ്യമില്ല. ഇത് പ്രചരണ പുള്ളിക്ക് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പുള്ളി മന്ത്രി ആയാലും എനിക്ക് സന്തോഷമുള്ളൂ, കുഴപ്പമില്ല. കാരണം ഈ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യ മുഴുവൻ കുലുങ്ങിയില്ലേ? പ്രത്യേകിച്ച് പ്രതിപക്ഷങ്ങൾ, കോൺഗ്രസ് ഉൾപ്പെടെ. എൻ്റെ ആസാമിൽ ആയിരക്കണക്ക് കെട്ടിടങ്ങൾ, പള്ളികളെല്ലാം ബുൾഡോസ് കൊണ്ടിട്ട് അവിടെ മുഖ്യമന്ത്രി കളഞ്ഞിട്ട് ഒരക്ഷരം ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക അവിടെ പോയോ, അന്വേഷിച്ചോ, മിണ്ടിയോ, ഒരു വാർത്താസമ്മേളനം നടത്തിയോ? അത് ശ്രദ്ധിച്ചോ? ഇത് ഞങ്ങൾ ബാധിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ കഴിവരുടെ മക്കളൊക്കെ ചെയ്തോ, അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. 20% വരുന്ന വോട്ടർമാർ ബ്ലോക്കായിട്ട് ഈ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്ത സുഹൃത്തുക്കളെ 99.9% കറക്റ്റ് പറഞ്ഞത്. ഇവിടെ ദളിതന്റെ 20% വരെ അവർ പോലും 3-4 കഷായി പോയി.
ക്രിസ്ത്യാനിയും നായരൊക്കെ ആയില്ലോ ഈഴവരൊക്കെ. ഇത് മുസ്ലിങ്ങൾ ഈ 20% വരുന്നുണ്ട്. ഏറ്റവും വലിയ വോട്ടർമാരാണ് ഇന്ത്യയിൽ ഒറ്റക്കൊറ്റക്ക് എടുത്താൽ. അതിൽ 99% വോട്ട് ചെയ്ത് ഈ രാഹുൽ നയിക്കുന്ന പ്രതിപക്ഷത്തിലാണ്. ഇതിന് ആസാമിൽ നമ്മൾ ഇത് കണ്ടു. ആസാമിൽ ആയിരക്കണക്കിന് അവർ ആ കണ്ണീരും സങ്കടവും കണ്ടിട്ടുണ്ടല്ലോ. ആൾക്കൂട്ടമുണ്ട്, ചോദിക്കാൻ ആളില്ല. നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? അവർ മുസ്ലിങ്ങളായതുകൊണ്ടല്ലേ പറഞ്ഞത്. അത് അനീതിയല്ലേ? അതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞ ഒരു കാര്യമായിട്ട് പറഞ്ഞ് നിർത്താതെ എന്തറിയോ, ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞൊരു കോമൺ കാര്യമാണ്. ഇവിടുത്തെ സവർണരുടെ നിലപാട് എന്താണ്? ഒരിക്കൽ ലെനിൻ രാജേന്ദ്രൻ നല്ലൊരു സംവിധാനമായിരുന്നു. അദ്ദേഹത്തെ കരുണാകരൻ കൊണ്ടുവന്ന് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി റിസർവേഷൻ സീറ്റിൽ. അപ്പോൾ ലെനിൻ രാജേന്ദ്രൻ മുന്നോക്കനാണെന്നാണ് ധരിച്ചിരുന്നത്. ദളിതാന്ന് അവർക്ക് അറിഞ്ഞില്ല, ഈ ഇതിലെ സിനിമാക്കാരില്ല. ഇയാൾ റിസർവേഷൻ സീറ്റിൽ കരുണാകരൻ നിർത്തിയപ്പോഴും എടാ ഇത് ഇഴുവൻ പിളയനാണല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ രക്ഷപ്പെട്ടില്ല, നാളെ മരിച്ചുപോയി. അതാണ് സംഗതി. അതുപോലെ കരുണാകരന് ഒരു ഇതുണ്ടാക്കി, ഹരിജൻ ഹോട്ടൽ, ഹരിജൻ ബസ് സർവീസ്, രണ്ടും തുടങ്ങി കുറെ പണം മുടക്കി. രണ്ടും ഹരിജൻ ഹോട്ടൽ വെച്ചാൽ പിന്നെ ഒരു മനുഷ്യൻ കയറുമോ? ഹരിജനിൽ വരും കയറില്ല. പിന്നെയാണ് നമ്പൂരിയാരും കാക്കാമരും കയറുന്നത്. അവർ ഹരിജൻ മോട്ടോഴ്സ് ചേർത്ത് കടവന്ത്രയിലെ ഓഫീസൊക്കെ ഉണ്ടായി, രണ്ടും അതും വിജയിച്ചില്ല. അതുകൊണ്ട് അവിടെ ഹരിജൻ എന്നവർ പുറത്ത് പേര് പറയാതെ പേര് മാറിയൊക്കെ നിൽക്കുകയാണ്. ഹരിജനിൽ ജോലി കിട്ടി ഉന്നത പോയാൽ അവന് ഉന്നത ജോലി ജാതി കല്യാണം കഴിച്ച് അങ്ങോട്ട് മാറി പോവും. ഞാൻ ഹരിജൻ അല്ലെന്ന് പറയാൻ വേണ്ടി മാറി സംസാരിക്കും. അങ്ങനെ നിൽക്കുന്നു. സാഹചര്യം അതാണ്. അത്ര അതമ്പതിച്ച് പോയി നമ്മുടെ രാഷ്ട്രീയം, സാംസ്കാരികമായിട്ട് സാമുദായികമായിട്ടൊക്കെ. ഇതൊന്നും ഇവിടെ സവർണരോട് പറഞ്ഞ് മനസ്സിലാവുമോ? അല്ലെ ശ്രീകുമാരൻ തമ്പിയുടെ കഴിഞ്ഞ കുറേ നാളത്തെ വിലയിരുത്തിയാണല്ലോ ഒരു ഭൂഷ സ്വഭാവമാണ്. ഇപ്പം അടൂർ ഗോപാലകൃഷ്ണൻ മതിയോ? അവർ ചോദ്യത്തിന് അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗത്തിൽ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അല്ലെങ്കിൽ മറുപടി പറയാൻ ഈ ദളിത് സ്ത്രീക്ക് എന്താ അവകാശം? ഇതാണ് ഇപ്പോൾ ശ്രീകുമാരൻ നമ്പി ചോദിക്കുന്നത്. അടൂർ പ്രകാശിന് മറുപടി പറയാറായോ ഈ ദളിത് പുലക്കളി എന്നാണ് ശ്രീകുമാരൻ തമ്പി ചോദിക്കുന്നത്? ഇത്ര ദുഷ്ടഹൃദയമുള്ളത്. ഞാൻ അദ്ദേഹത്തെ പാട്ട് കേൾക്കുമ്പോഴല്ലോ വാസ്തവം ഞാൻ അഭിമാനിക്കുന്നത്. ഈ ഏറ്റവും വലിയ പാട്ടുകാരനൊക്കെ ആയിരുന്നു, പാട്ടെഴുത്തുകാരനൊക്കെ ഉള്ളിരിക്കുന്നതാണ്. അതുകൊണ്ട് 100% ഒരാൾ മാത്രമല്ല, അവർക്ക് ഭൂഷ സ്വഭാവം, ആ സവർണ സ്വഭാവം മാറില്ല. ഇത് മണ്ടന്മായ ദളിതുകളും പിന്നൊക്കെ ഈ വെള്ളപ്പിള്ള ഈഴവരും മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാത്തതിൻ്റെ കുറ്റം ആർക്കാം? ഞാൻ അടുത്ത പോയിന്റ് പറയുന്നതാണ്, വേറൊന്നുമില്ല. എന്തിനതൊക്കെ പറയുന്നത്? യാതൊരു ചിന്തശക്തിയില്ലാത്ത ബുദ്ധിയില്ലാത്ത ഈ നേതാക്കളുടെ ഈ ഉദ്യോഗസ്ഥന്മാരത്. നമുക്ക് എറണാകുളത്ത് നിന്ന് ആലുവയ്ക്ക് പോകുന്ന ബസ് ഏതാണ്ട് 2000 പ്രൈവറ്റ് ബസ് പോകുന്ന കണക്ക്. 27 മണിക്കൂറിനകം 27 മണിക്കൂർ ദിവസം ഏതാണ്ട് 2000 ബസ്. 2000 ബസ്സുകൾ 5 ട്രിപ്പ് 10 ചാല് ആകുമ്പോൾ 20,000 പ്രാവശ്യം. ഇപ്പം അല്പം കുറവുണ്ട്, കാരണം ബസ് സർവീസൊക്കെ നന്നക്കല്ലേ. ഏതാണ്ട് 20,000 ചാല് പോകണം ബസ്സുകൾ. അങ്ങോട്ടും കൂടി ആകുമ്പോൾ 20,000 ചാല് വരും. അത് HMTയിൽ മറ്റേ പ്രീമിയൻ്റെ ഇവിടെയൊക്കെ ക്രോസിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു പരിഷ്കാരമൊക്കെ പറയും. അത് ആയി ഒരു വിജയിച്ചിട്ട് നിങ്ങൾക്കറിയാം. വീണ്ടും പറയുന്ന ആലുവയിൽ നിന്ന് ഈ ബസ്സെല്ലാം ആലുവ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഒരു കറക്കം കറങ്ങി വരും. ആ ഒരു കറക്കത്ത് ഏതാണ്ട് 4 കിലോമീറ്ററിലും വരും. 4 കിലോമീറ്റർ ചുറ്റിയാണ് ഈ ആലുവ ബസ് സ്റ്റാൻഡിൽ വരുന്നത്. എറണാകുളത്ത് പോകുന്ന വണ്ടി കറങ്ങി വീണ്ടും ആലുവ ബസ് സ്റ്റാൻഡിൽ 1/2 മണിക്കൂർ 20 മിനിറ്റ് കിടന്നിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കറക്കം കറങ്ങി വീണ്ടും ആളെടുത്താണ് എറണാകുളത്ത്. 8 കിലോമീറ്റർ, ഏതാണ്ട് 10 കിലോമീറ്റർ ആ കറക്കം വരാണ്. അത് എത്ര തിരക്കാണല്ലോ, ആകെ തിരക്കാണല്ലോ. ആ 10 കിലോമീറ്റർ വരുന്നതായിട്ട് ആകെ 18-20 കിലോമീറ്റർ ഉള്ളിൽ എറണാകുളം ടൗൺ ഇവിടെ മേലെ കയറി. അപ്പം 4 കൂടുതൽ സ്ഥലം അതിങ്ങനെ കറങ്ങി പോകണം. 10 കിലോമീറ്റർ 4 പകുതിയുള്ള സ്ഥലം കൂടി പോകുന്നുണ്ട്. അതിന് പകരമായിട്ട് ആലുവയിൽ നിന്ന് പുറപ്പെടുന്ന പ്രൈവറ്റ് ബസ്സുകളെല്ലാം പിന്നെ ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ജംഗ്ഷനിൽ വന്ന് ആൾ ഇറക്കിയിട്ടാണ്, അവിടെ ആവശ്യക്കാർ ഇറക്കിയിട്ടാണ് അതിന് വണ്ടി ഇറക്കി കറങ്ങി വീണ്ടും ബസ് സ്റ്റാൻഡിൽ വരുന്നത്. എന്നിട്ട് ആ ബസ് സ്റ്റാൻഡിൽ ഉള്ള യാത്ര കയറ്റി വീണ്ടും കറങ്ങി 4 കിലോമീറ്റർ കറങ്ങിയാണ് പിന്നെ എറണാകുളത്ത് പോകുന്നത്. അതിന് പകരം ബുദ്ധിയുടെ അംശത്തോടെ ചിന്തിക്കുക. അതിന് പകരം ആ ബസ്സുകൾ കയറി 10-15 മിനിറ്റാണ് ഹോൾട്ടുള്ളൂ. അല്ല 1/2 മണിക്കൂർ ഹോൾട്ടർ ബസ്സില്ല, ഒരു 5-8-10 മിനിറ്റ് മാക്സിമം ഉള്ളൂ. ആ 10 മിനിറ്റ് ഹാൾട്ട് ഒഴിവാക്കിയാൽ
ശ്രദ്ധിച്ച് കേൾക്കണം. ഒഴിവാക്കിയാൽ എറണാകുളത്ത് നിന്ന് ആള് തോന്നുന്ന പ്രൈവറ്റ് ബസ് ആലുവ സ്റ്റാൻഡിൻ്റെ ബൈപ്പാസ് ഭാഗത്തുള്ള എൻട്രൻസിൽ അവിടെ ആൾ കയറുക, അവിടെ മുതൽ എറണാകുളത്ത് പോകുന്ന ആൾ കയറ്റാം. അങ്ങനെ കയറ്റി ആ വരുന്ന 4 കിലോമീറ്റർ കറങ്ങി ആളെ എടുത്ത് ഇറക്കാള് ഇറക്കി തിരിച്ച് ആലുവ സ്റ്റാൻഡിൽ വന്നിട്ട് ആളിത് നേരെ ബൈപ്പാസിൽ കിടന്ന് എറണാകുളത്ത് പോവാം. 10 മിനിറ്റുള്ളിൽ ലാഭം കിട്ടും. പെട്രോൾ ചെലവും ഡീസൽ ചെലവും, ആൾക്കാർ സമയം പോകില്ല. ചിന്തിച്ചൂടെ? അപ്പോൾ ഏതാണ്ട് 20,000 വാഹനത്തിൽ പകുതി വാഹന യാത്ര പറഞ്ഞ് 10,000 ബസ്സുകൾ ഈ ആലുവ പട്ടണത്തിൽ കൂടി കറങ്ങുന്നു. അത് 27 മണിക്കൂറാണെങ്കിൽ നമ്മൾ പറയുന്നത് രാവിലെ 6 മുതൽ രാത്രി 8 വരെയും ഒരു 14 മണിക്കൂർ. 14 മണിക്കൂറിനകത്ത് തീർക്കുന്നത്. 14 മണിക്കൂറിൻ്റെ 20,000 വാഹനങ്ങൾ, 20,000 ബസ് കറങ്ങുമ്പോൾ എത്ര സമയം പോകും, എത്ര റോഡ് ബ്ലോക്കാവും? ആ ബ്ലോക്ക് ഒഴിവാകില്ലേ? ഒന്ന് വിശദമായിട്ട് ചിന്തിച്ചോളൂ. ഞാൻ പറഞ്ഞ ഒരു ബ്ലൂ പ്രിൻ്റാണ്. അത് നിങ്ങൾക്ക് വിശദമായിട്ട് പ്രാക്ടിക്കൽ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് തീരുമാനിക്കാമല്ലോ. അത് ചെയ്ത് ആലുവ പട തിരക്ക് എത്ര കുറയും, ബസ്സിലെത്ര ലാഭം, ആൾക്കാർക്ക് ലാഭം, ഇന്ധനച്ചിലും എത്ര ലാഭം, എന്ത് നേട്ടമാണ്! മൾട്ടിപർപ്പസാണ്. അത് കൂടെ മറ്റൊരു കാര്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു നേരത്തെ. അതെന്താ വെച്ചാൽ ആലുവ പട്ടണത്തെ ബന്ധിപ്പിക്കുന്ന 2 പാലങ്ങൾ, റെയിൽവേ മേൽപ്പാലങ്ങൾ, റെയിൽവേ ഓവർബ്രിഡ്ജ്. തൊരുപ്പ് എന്നൊക്കെ പണ്ട് പറയും. ഒന്ന് സൗത്ത് തൊരുപ്പ്, വടക്കേ തൊരുപ്പ്. അതിൽ നമ്മൾ സൗത്ത് ഓവർബ്രിഡ്ജ്, നോർത്ത് ഓവർബ്രിഡ്ജ്, ഓക്കെ. അല്ലെങ്കിൽ ഫ്ലൈ ഓവർ, റെയിൽവേ ബ്രിഡ്ജ്. അതിന് പകരമായിട്ട് എറണാകുളത്ത് ഏതാണ്ട് 13 ഫ്ലൈ ഓവറുകളുണ്ട്. എറണാകുളം സിറ്റിക്കകത്ത് രവിപുരം അങ്ങനെ വരുമ്പോൾ 13 റെയിൽവേ ബ്രിഡ്ജ്. ആലുവയിലുള്ള ആകെ 2 ഫ്ലൈ ഓവറാണ്, റെയിൽവേ ഓവർബ്രിഡ്ജാണ്. അപ്പോൾ അതിലെ ബുദ്ധിമുട്ട് ഈ പറഞ്ഞ വാഹനം എല്ലാം ഈ 2 ഓവർബ്രിഡ്ജ് കൂടി കടന്നുകൊണ്ടേ അതാണ് അവിടെ ബ്ലോക്കാവുന്നത്. വലിയ ബ്ലോക്കാണ്. അതിന് ചെയ്യേണ്ട ഒരു വഴി ഞങ്ങൾ പറഞ്ഞു. അവിടെ ബാങ്ക് ജംഗ്ഷൻ ഉണ്ട്. പാല് 2 പ്രധാന ജംഗ്ഷൻ, ബാങ്ക് ജംഗ്ഷൻ ഒന്ന്, പിന്നെ ബാങ്ക് ജംഗ്ഷൻ ഒന്ന്, പമ്പ് ജംഗ്ഷൻ. അവിടെ പമ്പ് ജംഗ്ഷൻ ഉണ്ട്. അവിടെ 3 പമ്പായി, ഒരു പമ്പ് ഇപ്പോൾ 2 പമ്പുള്ളൂ. പമ്പ് ജംഗ്ഷനാണ്. അത് ഉയർന്ന പ്രദേശമാണ്. അവിടെ നിന്നൊരു ഫ്ലൈ ഓവർ, റെയിൽവേ ഓവർബ്രിഡ്ജ്, ROB, റെയിൽവേ ഓവർബ്രിഡ്ജ്, നമ്മുടെ റെയിൽവേ സ്റ്റേഷനും കവർ ചെയ്ത് നേരെ ബൈപ്പാസിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഡൽഹിയിലേക്ക് ഉണ്ടല്ലോ, സൗത്ത് ഈ പോയിന്ന് മറ്റേ പോയിലേക്ക് റെയിൽവേ ക്രോസ് പോകുന്നുണ്ട്. അങ്ങനെ ക്രോസ് ചെയ്തൊരു റെയിൽവേ ഓവർബ്രിഡ്ജ് ROB തുടങ്ങിയാൽ ഈ ആലുവയിലെ പട്ടണത്തിലെ തിരക്ക് 100% കുറയും. തിരക്ക് കുറഞ്ഞാൽ ബിസിനസ് നടക്കും. ഇത് ബിസിനസ് നടക്കില്ല, ആൾക്കാർ പേടിയാണ്. ഇപ്പം എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ മകൻ ഒരു കമ്പനിയിൽ നിന്ന് ആലുവ മെട്രോയിൽ വരുമ്പോൾ ശനിയാഴ്ച ദിവസമാണെങ്കിൽ വരില്ല. കാരണം ബുദ്ധിമുട്ടാണ്. 2 കാഴ്ച ഓട്ടോറിക്ഷ ഓടിച്ച് കമ്പനിയിലേക്ക് അതിൻ്റെ അവിടെ ഒരുമിച്ചോന്ന് പറയും. അത്ര തിരക്കാണ് എല്ലാ ദിവസവും വൈകിട്ട്. അത് മാറിക്കിട്ടൂലേ? ഈ 2 പോയിന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് വല്ല സാധ്യമെന്ന് അന്വേഷണം. എന്താ കുഴപ്പം? എത്ര നേട്ടം! മാറ്റമില്ലാത്ത വസ്തു ലോകത്ത് മാറ്റം വരണ്ടേ? ഈ മാറ്റം വെറും അന്ധമായ സവർണ ശേഷവും അല്ലെങ്കിൽ പിന്നോക്ക വിരോധം, ഈ ദളിത് വിരോധമൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മളെല്ലാം ഏകോദര സഹോദരന്മാരാണെന്നും മാനവകുലത്തിൽപ്പെട്ടവരാണെന്നും എല്ലാവരും പിന്നെ വികാരം ഒന്നാണെന്നും അവിടെ പരസ്പര സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ എന്താ കുഴപ്പം? അതിലെ നല്ലത്. മാനവകുലത്തിൻ്റെ ലക്ഷ്യം അതല്ലേ? പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതല്ലേ? അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഈ കള്ള രാഷ്ട്രീയം, ഞാനൊരു രാഷ്ട്രീയക്കാരെങ്കിൽ പറയാണ്, യാതൊരു തത്വദീക്ഷയില്ല, ആത്മാർത്ഥയില്ല, ഇല്ല, കളവും പറഞ്ഞ് ജയിക്കുക എന്നുള്ളതല്ലേ ഈ രാഷ്ട്രീയക്കാർ. ഇപ്പം ഒരു ആൾ പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി നടക്കാൻ പോലും പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഒരാൾ പറഞ്ഞത് കാലെന്തോ മുറിണ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ചാനലുകാരൻ പറഞ്ഞു. അസുഖം ആർക്കും വരും കുറ്റമല്ല, ഒരിക്കലും ഞാൻ കുറ്റമായിട്ട് പറഞ്ഞില്ല. എനിക്കൊക്കെ വരാം, എനിക്കൊണ്ട് പഴയ അസുഖങ്ങളൊക്കെ 10-70 വയസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വന്ന ആരോഗ്യം കൊണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം മാറി നിൽക്കണം. അല്ല, എനിക്ക് കസയിൽ ഇത് മരിക്കണം. പണ്ട് കരുണാകരൻ ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രിയായിട്ടിരുന്ന് മരിക്കണമെന്ന്. പക്ഷെ ദൈവം സമ്മതിച്ചില്ല. നിരാശനായി പുത്രദുഃഖത്തിൻ്റെ പേരിൽ രാജൻ്റെ കൊലക്കേസിൽ നേരിട്ടല്ലെങ്കിലും പുള്ളി ഇൻഡയറക്റ്റ് വന്നതിൻ്റെ പേരിൽ ആ സങ്കടം കൊണ്ടൊക്കെ ഈശ്വരീയർ എത്ര കാലം കണ്ണീര് വാർത്ത് കണ്ണ് പൊട്ടിപ്പോയി കരഞ്ഞ് ഒറ്റ മകളുള്ളൂ. ആ ശാപം തീരുമോ? അങ്ങനെ മുരളിയെ ഉദ്ദേശിച്ച് പേടിച്ച് പിന്നെ ദുഃഖിച്ച് കണ്ണീര് ചാടിയാണ് മനുഷ്യൻ മരിച്ചത്.
മറ്റു പല നേതാക്കളെ അപേക്ഷിച്ച് കരുണാകരൻ എത്ര നല്ല മനുഷ്യനാണ്. അതുപോലെ മാറി നിൽക്കണ്ടേ? ഇപ്പോഴും മൂന്നാം ചാൻസ് കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ അവസ്ഥ? സാധനങ്ങൾക്ക് വില വർധനവ്, പാർട്ടിയുടെ അമിത പ്രസവം. ഇപ്പൊ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴല്ലോ അത് CPM ആളാണ് ആ കോൺട്രാക്ടർ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ. ഏത് ബിൽഡിംഗ് വേണം, ഞങ്ങൾ ഈ ബിൽഡിംഗ് സോറി. അപ്പോൾ ഒരു കോൾ വന്നെടുക്കൽ ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഈ മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി ഒന്ന് മാറി പകരം ആളെ ഏൽപ്പിക്കുക, അതാണ് നല്ലത്. മറ്റൊന്ന്, ആലുവയിൽ ഞാൻ പറഞ്ഞ ഫ്ലൈ ഓവറിനെ കുറിച്ച് ചിന്തിക്കുക, ഈ ബസ് കറങ്ങി വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് ചിന്തിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കുക. ഒരായി നന്ദി ചെയ്യുന്നുണ്ട്.